വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒടുവിൽ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനൊരു നീക്കം നടക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ വരുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ലേ? അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതീക്ഷകൾ? അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതിനെ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ കാണാത്ത ഒരു വശം ഇതിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണ് വിജയേട്ടാ? ഇവിടെ ഈ റഷ്യയുമായിട്ട് ഇന്ത്യയുടെ ഈ സ്നേഹം ഇല്ല അടുപ്പമൊക്കെ പലപ്പോഴും ഈ ട്രംപ് അനുകൂലി മാധ്യമങ്ങൾ ചർച്ചയാക്കാറുണ്ട്. അവർ പറയുന്നത് അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷെ അമേരിക്ക എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. ഇസ്രായേൽ എന്താണെന്ന് അറിയാവുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയും BJP ഇസ്രായേലുമായിട്ടൊരു നയതന്ത്ര ബന്ധം തുടങ്ങുന്നത് ശ്രീമാൻ AB വാജ്പേയിയുടെ കാലത്താണ് അവർക്ക് മഹാരാഷ്ട്രയിൽ മുംബൈയിലടക്കം കോൺസുലേറ്റ് തുറന്നു കൊടുത്തത്. കാരണം അവരെന്താണെന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരെന്തായിരുന്നു നമുക്ക്, അവര് അസന്നിഗ്ധ ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്താണ് എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം അല്ലെങ്കിൽ അറിവ് നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ്. വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ മണ്ണിൽ കാലുകുത്തുന്ന ഒരു പ്രധാനമന്ത്രിയായി മോദി മാറി. മോദിക്ക് ഗംഭീര സ്വീകരണമായിരുന്നു നൽകി. എന്തുകൊണ്ടാണ് ആരെയൊക്കെ ചേർത്ത് നിർത്തണമെന്നും ആരെയൊക്കെ അകറ്റി നിർത്തണമെന്നും കൃത്യമായ ബോധം ഈ രാജ്യത്തിനുണ്ട്, ഈ രാജ്യത്തെ ദേശസ്നേഹികൾക്കുണ്ട്, അതിന്റെ പ്രതീകമായി മോദിക്കുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു. എന്തിനാണ് നമ്മൾ ഈ അമേരിക്കയെ അത്ര വലിയ നമ്മുടെ ഈ റഷ്യയെ പോലെ നമ്മൾ കാണാത്തതെന്ന് നമ്മൾ ചോദിച്ചാൽ വ്യക്തമായ ഉത്തരവുണ്ട് അതിന്. കാരണം നമ്മളുടെ നിർണായക ഘട്ടത്തിൽ നമുക്കെതിരെ നിൽക്കുകയും നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് അമേരിക്ക. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലേക്ക് പോയിക്കൊണ്ട് നമ്മൾ ഇതിനെ വിശദീകരിക്കാം. കാരണം 1971 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്നത്. ആ ബംഗ്ലാദേശ് യുദ്ധത്തില് ഇന്ദിരാഗാന്ധി അമേരിക്കയിൽ പോയി അമേരിക്കയുടെ സഹായം തേടി. അപ്പോഴേക്കും ഈ എന്താണ് അവിടെ സംഭവിച്ചത്? എന്തായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയെ കാണാൻ പോലും കൂട്ടാക്കില്ല. റിച്ചാർഡ് നിക്സൺ ആയിരുന്നു. നിക്സൺ ഇന്ദിരാഗാന്ധിയെ കാണാൻ പോലും കൂട്ടാക്കില്ല. 5 ദിവസം ഇന്ദിരാഗാന്ധി അവിടെ തങ്ങേണ്ടി വന്നു. ഒടുവിൽ അപ്പോൾ തന്നെയാണ് ഇന്ദിരാഗാന്ധി റഷ്യയുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഇനി അമേരിക്ക നമ്പി നിന്നിട്ട് കാര്യമില്ലാന്ന്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു ഭാഗത്ത് ബംഗ്ലാദേശിൽ നിന്ന് അടിക്കുന്നു, മറുഭാഗത്ത് പാകിസ്ഥാൻ. അതായത് അന്ന് പാകിസ്ഥാൻ ഒന്നായിരുന്നല്ലോ, പിന്നീടാണല്ലോ ബംഗ്ലാദേശ് വരുന്നത്. അപ്പൊ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്നും 2 ഭാഗത്തുനിന്നും ഇവര് എന്തുപറ്റി? പരസ്യമായി തന്നെ പാകിസ്ഥാന്റെ ഒപ്പം നിന്നു അമേരിക്ക. അതിനു വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി കാണായിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധി റഷ്യയുമായി ഉടമ്പടി വെക്കുകയും ആ ഉടമ്പടി പ്രകാരം റഷ്യൻ സൈനികർക്ക് ഇന്ത്യയുടെ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാം എന്ന ഒരു രീതിയിലേക്ക് ആ കരാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ പിന്നീട് സംഭവിച്ചത് എന്താണ്? ചൈന. ഒരിക്കലും നമ്പാൻ പറ്റില്ല എന്ന് പറയുന്ന ഈ ചൈന അന്നും നമുക്ക് നമ്പാൻ പറ്റില്ല. 1971 ചൈന ഹിമാലയൻ അതിർത്തികളിൽ അവരുടെ പടയൊരുക്കം നടത്തി. നോക്കണം, 1971 നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് അധിക നാളായില്ല. ഒരു ചെറിയ സേനയും വെച്ചിട്ട് ഒരു ഇന്ത്യ മഹാരാജ്യം യുദ്ധത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നു. ഒരു ഭാഗത്ത് അമേരിക്കയും ബ്രിട്ടനും അവരുടെ പടക്കപ്പലുകൾ നീക്കി തുടങ്ങി. അമേരിക്ക അവരുടെ പടക്കപ്പലുകൾ നീക്കി തുടങ്ങി. ഒരു ഭാഗത്ത് ചൈന. അവിടെ നിർണായക ഘട്ടത്തിൽ നമ്മളെ രക്ഷിക്കാനെത്തിയത് അന്നത്തെ USSR, അതായത് ഇന്നത്തെ റഷ്യ ആയിരുന്നു. റഷ്യ ഈ ഹിമാലയൻ ഭാഗത്ത് ചൈനയുടെ പടനീക്കത്തിന് ആദ്യം തടയിട്ടു. അതിനൊരു കാരണമുണ്ടായിരുന്നു. അത് ഞാൻ മുമ്പ് ഇവിടെ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആ യുദ്ധത്തിലേക്ക് പോകുന്നില്ല. 1969 ഉസൂരി നദിക്കരയിൽ റഷ്യൻ സേനയും ചൈനീസ് സേനയും തമ്മിൽ ഏറ്റുമുട്ടി വലിയ രൂക്ഷമായ സംഘർഷം നടക്കുന്നു. അങ്ങനെ USSRഉം ചൈനയും തമ്മിൽ വലിയ ശത്രു നിൽക്കുന്ന സമയത്താണ് ഇന്ത്യക്ക് നേരെ ആക്രമിക്കാനായി ചൈന അവരുടെ പടയെ ഒരുക്കി ഹിമാലയത്തിന്റെ അതിർത്തികളിൽ വിന്യസിച്ചത്. അതിനെ തടയിടാനായിട്ട് സോവിയറ്റ് യൂണിയൻ നിന്ന് 44 മോട്ടോറൈസ്ഡ് എന്ന് പറയുന്ന അവരുടെ വിങ്ങിനെ അവിടെ വിന്യസിച്ചു. പറഞ്ഞു, ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം നടത്തിയാൽ ചൈനയിലേക്ക് ഞങ്ങൾ കടന്നു കയറുമെന്ന്. USSR ചൈനയെ ഭയപ്പെടുത്തി നിർത്തി. അങ്ങനെ ചൈന സൈലന്റ് ആവുകയാണ് ചെയ്തത്. അവർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സൈലന്റായി. പകരം അമേരിക്ക ചെയ്തത് എന്താണ്? അമേരിക്കയുടെ ആണവ കപ്പലായ എന്റർപ്രൈസസ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലും അതുപോലെ തന്നെ UKയുടെ HMS ഈഗിൾ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലും ബംഗാൾ ഉൾക്കടലിലേക്ക് കൊണ്ട് നിർത്തി. അതായത് ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ചൈന സൈലന്റ് ആയി എങ്കിൽ പോലും UKയും അമേരിക്കയും പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യവുമായി നീങ്ങി. പക്ഷെ അവിടെയാണ് അപ്രതീക്ഷിത നീക്കവുമായി നമുക്ക് രോമാഞ്ചം വരുന്നൊരു നീക്കമാണ് റഷ്യ നടത്തിയത്. അന്തർവാഹിനികളും ആണവ കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു. വ്ളാഡിവസ്റ്റോക്ക്, എപ്പോഴും ധനുഷ് പറയുന്ന ഒരു തുറമുഖമാണ് ഈ പറയുന്ന വ്ളാഡിവസ്റ്റോക്ക് ഇനി പടക്കപ്പലുകൾ നീങ്ങുന്നു. ഈ പടക്കപ്പൽ നീങ്ങുമ്പോൾ റഷ്യ മറ്റൊരു ബുദ്ധി കൂടെ കാണിച്ചിരുന്നു. അവരുടെ അന്തർവാഹിനികളൊക്കെ അമേരിക്കൻ ഉപഗ്രഹത്തിന് കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ആ വാർഷിപ്പുകൾ കടന്നു വന്നത്. അമേരിക്ക അപകടം മണത്തു.
അതായത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ മൂന്നാം ലോക മഹായുദ്ധം ഉറപ്പ്. കാരണം മറുഭാഗത്ത് നിൽക്കുന്ന ചെറിയ പുള്ളിയല്ല, റഷ്യയാണ് എന്നൊരു തോന്നൽ അമേരിക്കയ്ക്ക് വന്നു. അങ്ങനെയാണ് അമേരിക്ക അവിടെ സൈലന്റ് ആയത്. ബംഗാൾ ഉൾക്കടലിലേക്ക് കടന്നപ്പോൾ റഷ്യ കൊടുത്ത മുന്നറിയിപ്പ് ഇനി ഒരു ചൂട് മുൻപോട്ട് വെച്ചാൽ ഈ ബംഗാൾ ഉൾക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഞങ്ങളുടെ അന്തർവാഹിനികളിൽ പൊട്ടിത്തെറിക്കുന്ന ആണവ ബോംബുകളായിരിക്കുമെന്ന്. അന്ന് ഈ ഈഗിളിലും ഒപ്പം തന്നെ അമേരിക്കയുടെ ആണവ ഷിപ്പായ US എന്റർപ്രൈസസിന് ഒരടി മുൻപോട്ട് വെക്കാൻ കഴിഞ്ഞു. രോമാഞ്ചമുണർത്തുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അസന്നിഗ്ധമായി ഈ രാജ്യം ഛിന്ന ഭിന്നമാകേണ്ടുന്ന ആ ഒരു നിമിഷത്തിൽ കൂടെ നിൽക്കുകയും ആയുധം നൽകുക മാത്രമല്ല അവർ നേരിട്ട് എത്തിക്കൊണ്ടാണ് അന്ന് ഇന്ത്യയെ രക്ഷിച്ചത്. ആ റഷ്യ നടത്തുമ്പോൾ ആ റഷ്യയെ മറന്ന് ട്രംപിന്റെ വാലെ പോയി കെട്ടാനായിട്ട് ഇവിടെ കുറെ കൂതറകൾ കാണും, അവനെ പാവാട കഴുകുന്നവര്. പക്ഷെ ഒരു രാജ്യസ്നേഹിക്കും അത് കഴിയുകയില്ല. അവൻ ഈ താരിഫല്ല എന്ത് പിണ്ണാക്കടികളെന്ന് പറഞ്ഞാലും. ഇനി ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യക്കാരുടെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ശ്രീമാൻ AB വാജ്പേയി ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത് ഉപരോധമാണ്. ഇന്നിപ്പോ താരിഫല്ലേ അവൻ പ്രഖ്യാപിച്ചുള്ളൂ, ഉപരോധമാണ് പ്രഖ്യാപിച്ചത്. ആ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. നമ്മുടെ വസ്തുക്കൾ കയറ്റി അയക്കാൻ പറ്റുന്നില്ല, നമുക്ക് എങ്ങു നിന്നും ഒന്നും വാങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ മുണ്ട് മുറുക്കി കൊടുത്ത് ഇന്ത്യക്കാരൻ നേടിയെടുത്തതാണ് ഇന്ന് കാണുന്ന ഇന്ത്യ. നമ്മുടെ 1989 കാർഗിൽ യുദ്ധ സമയത്ത് നിർണായകമായ ഘട്ടത്തിൽ GPS ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ സൈനികരുടെ മുന്നേറ്റം തടഞ്ഞത് ഈ പറയുന്ന അമേരിക്കയാണ്. ഇത്രയൊക്കെ ദ്രോഹം ചെയ്ത ഇവനെ ഇനിയും നമ്മളുടെ ആവശ്യം ഇന്നില്ലെന്ന് ഇന്ത്യക്ക്. അവൻ വരട്ടും, അവൻ വലിയ സംഭവമാണെങ്കിൽ അവന് കൊള്ളാം. കാരണം ഈ അമേരിക്ക വലിയ സംഭവമാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നില്ലല്ലോ. ഈവൻ കഴിഞ്ഞ ദിവസം പുടിൻ തന്നെ എടുത്തിട്ട് ഉടുത്താണ് വിട്ടത്. മരുമോനെയും വേറൊരാളെയും കൂടാണ് സമാധാന ചർച്ചയ്ക്ക് പുടിൻ റഷ്യയുടെ അടുത്തേക്ക് അയച്ചത്. പുടിൻ പറഞ്ഞു, പോയി പണി നോക്കൂ, നിങ്ങളുടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നെ അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ ഇവിടെ കിടന്ന് ചിലരൊക്കെ യൂട്യൂബർമാരെയാണ് തള്ളുന്നതൊക്കെ ട്രംപ് 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 എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളത്. കാരണം അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. എന്നും ഈ അമേരിക്കയുടെ അടിമയായിട്ട് ഇന്ത്യ നിൽക്കണം. അപ്പോഴേ ഇവർക്ക് ഇവിടുത്തെ അവരുടെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്താൻ കഴിയും. ഇല്ലെങ്കിൽ അവർക്ക് കിടന്ന് പൂന്ത് വിളയിടാൻ കഴിയും. ഇതിനു വേണ്ടിയിട്ടാണ്. റഷ്യ ഒരു കാലത്തും ഇന്ത്യക്ക് വിടാൻ കഴിയുന്ന ഒരു സുഹൃത്തല്ല. റഷ്യ ഒരു കാലത്തും ഇന്ത്യക്ക് വിട്ടു നിൽക്കാനും കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രമാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ ഭാരതം, അഖണ്ഡ ഭാരതം ഉണ്ടായിരുന്ന സമയത്ത് റഷ്യയില് അവിടുത്തെ ഈ സാർ ചക്രവർത്തിമാരുടെ തേരോട്ടത്തിൽ അവിടുന്ന് ഓടി വന്ന ആയിരക്കണക്കിന് റഷ്യൻ അഭയാർത്ഥികൾക്ക് ജമ്മു കാശ്മീരിലടക്കം അഭയം നൽകിയ രാജ്യമാണ് ഈ ഭാരതം. അവർ മടങ്ങിപ്പോയപ്പോൾ പറഞ്ഞത് മറക്കില്ല, മരിച്ചാലും നിങ്ങൾക്കൊരു അസന്നിഗ്ധമായ ഒരു ഘട്ടം വന്നാൽ ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞത് അന്നത്തെ റഷ്യൻ ജനത. അവരുടെ പിൻഗാമികൾ, അവർക്കൊക്കെ തന്ത ഒന്നേ ഉള്ളൂ. ഇസ്രയേലിൽ നരേന്ദ്രമോദി എന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഏറ്റവും വലിയ പുരോഹിതന്റെ ഇളയ കുട്ടി മകനാണ്, 8-9 വയസ്സുണ്ട്. അത് നമ്മുടെ യൂട്യൂബിൽ കിട്ടും അതിന്റെ വീഡിയോ. അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഭാരതം ഞങ്ങളെ ഒപ്പം നിർത്തിയ നാടാണ്, ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഭാരതത്തെ. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നതിന് സ്വാഗതമൊക്കെ പറയുന്നുള്ളത്. ഇപ്പൊ മോദിയോട് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ജനിച്ചു വളരുന്ന ഓരോ കുട്ടിയെ ഞങ്ങൾ ആ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സേവനം, സ്നേഹം, ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാരണം നാളെ ഈ ചരിത്രം മറക്കരുതാരുമെന്ന്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്തത്? ബ്രിട്ടീഷുകാരൻ അവന്റെ വിദ്യാഭ്യാസം കൊണ്ടുവന്ന് ഈ ചരിത്രം മുഴുവൻ മാറ്റി എഴുതാൻ ശ്രമിച്ചു. ഇപ്പോഴും ഇവിടെയുള്ള ഊളകള് ഈ ചരിത്രങ്ങളെ മാറ്റി മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അമേരിക്ക നിക്കി എന്ന് പറയുന്നത്. റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അത് നന്നായി മനസ്സിലാക്കുന്ന BJP സർക്കാരുകൾ മാത്രമാണ്. ഈ അമേരിക്ക വരുമ്പോൾ അമേരിക്ക താങ്ങി നിൽക്കുകയും എല്ലാ രാജ്യങ്ങളെ താങ്ങി നിൽക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് ആണ്. കാരണം അവർക്ക് ഈ രാജ്യത്തോടല്ലായിരുന്നു കൂറ്, അവരുടെ പോക്കറ്റുകൾ വലുതാക്കുക എന്നുള്ളതായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് സ്വത്തുക്കൾ സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. ആയുധ കരാർ ഒപ്പുവെക്കുമ്പോൾ ഇന്ത്യൻ ജനത നെഞ്ചിൽ കൈവെക്കുന്ന കാലമുണ്ടായിരുന്നു മുമ്പ് കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ. കാരണം അതിന്റെ പകുതി കൂടുതൽ കമ്മീഷനായിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിലവാരം തന്ന ആയുധങ്ങൾ അമേരിക്കയുമായിട്ട് ഒപ്പുവെച്ച് വാങ്ങുന്നത്. ആയുധം തന്നാലും തന്നില്ലേലും കരാർ ഒപ്പുവെച്ച് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയവരാണെന്ന് നാടുനീളാണെന്ന് ചോറി എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കുടുംബമായി മാറുന്നത്. ഇതൊക്കെ ഇന്ത്യയുടെ ചരിത്രമാണ്. ഈ ചരിത്രത്തെ മൂടി നിർത്തിക്കൊണ്ട്, കണ്ണുകെട്ടി നിർത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് ഒരടി പോലും പോകാൻ കഴിയില്ല. റഷ്യ, ഇസ്രായേൽ ഈ ബന്ധം എക്കാലവും ഇന്ത്യക്കൊപ്പം തന്നെയാണ്, ഇന്ത്യക്കൊപ്പം തന്നെ ഉണ്ടാകും എന്ന് ശ്രീമാൻ വ്ളാഡിമിർ പുടിന്റെ ഒരു ഇന്റർവ്യൂ 9 മണിക്ക് ഇന്ത്യ ടുഡേയിൽ വരുന്നുണ്ട്. അത് ആജ്തക്കിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഇപ്പൊ ഇന്ത്യ ടുഡേ പുറത്തു വിട്ടിട്ടുണ്ട്. അതിനകത്ത് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് പുടിൻ പറഞ്ഞെന്താ അറിയാവോ? ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്നവനല്ല മോദിയെ എനിക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ നട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. അവിടെയാണ് നമ്മൾ പോയിട്ട് ട്രംപിന്റെ കാലുപിടിക്ക് എന്ന് പറയുന്നത്. പൈസയുടെ മൂല്യം കൂടിയെങ്കിൽ സ്വാഭാവികമായി തന്നെ ഒരു രാജ്യം പല രീതിയിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ആ അഭിമുഖീകരണം തന്നെ ഇതിനു മുമ്പ് അനുഭവിച്ചത് അത്രയും എന്തായാലും ഇപ്പോൾ അനുഭവിക്കുന്നില്ലല്ലോ.
കാർഗിലിൽ പട്ടാളക്കാരെ കുരുതുവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്ത ചതി നമ്മൾ മറക്കത്തില്ലല്ലോ. 1971 നമ്മുടെ രാജ്യം തകർക്കാൻ വേണ്ടി പടക്കപ്പലയച്ച ഇവന്റെ കുൽസിത ബുദ്ധി നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ ഇന്ത്യ ആണവ രാജ്യമായി പോകുമ്പോൾ ഉപരോധം തന്ന് പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചത് ഇത് മറക്കില്ലല്ലോ. അതിനേക്കാളൊന്നും വലുതല്ലോ രൂപയുടെ മൂല്യം അല്പം കൂടിയെന്ന് പറഞ്ഞിട്ട്. കാരണം രൂപയുടെ മൂല്യത്തെ കുറിച്ച് ഇപ്പോൾ വിലപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ കയ്യിലൊക്കെ പണം ഉള്ളത് കൊണ്ടും അത് പുറത്തോട്ട് ഇറക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. പട്ടിണി കിടക്കുന്ന കാലത്ത് രൂപയുടെയും ഡോളറിന്റെ മൂല്യം ആരും തിരക്കില്ലായിരുന്നു. GDP കുറിച്ച് ആരും ചർച്ച ചെയ്യില്ലായിരുന്നു. ഇന്ന് അതിലേക്ക് നാം വളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളെ പ്രാപ്തനാക്കി എടുത്തത് ഈ രാജ്യമാണ്. അതാണ് അതിന്റെ ബേസ് കാര്യം.